സോഫ്റ്റ്വെയർ ആണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഒരു സോഫ്റ്റ്വെയർ മാത്രം അല്ലെങ്കിൽ ഹാർഡ്വെയർ മാത്രം ഉണ്ടെങ്കിൽ അതിന്റെ ഇല്ല വർക്ക് ചെയ്യില്ല. ഇത് രണ്ടും കൂടി ഉണ്ടായാലേ അതിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്തൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പൊ ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, തൊടാനും കാണാനും ഒക്കെ പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്സിനെ നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയാം. അതേസമയം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അതിന് നമുക്ക് തൊടാൻ കഴിയില്ല. അതാണ് സോഫ്റ്റ്വെയർ. എന്നാൽ സോഫ്റ്റ്വെയർ മാത്രം ഉണ്ടായാൽ കമ്പ്യൂട്ടർ സിസ്റ്റം നടക്കില്ല, വർക്ക് ചെയ്യില്ല. ഹാർഡ്വെയർ വേണം. ഹാർഡ്വെയർ മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, അതിലെന്ത് വേണം, സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ. അതായത് മൗസും കമ്പ്യൂട്ടറും മോണിറ്ററൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, അത് വർക്ക് ആവുമോ? അത് ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്തെന്ന് വിചാരിച്ച് വർക്ക് ചെയ്യില്ല. അതിൽ എന്ത് ചെയ്യണം, ഒരു സോഫ്റ്റ്വെയർ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതിന്റെ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇസ് ആൻ ഇന്റഗ്രേറ്റഡ് സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, കമ്പ്യൂട്ടറിന്റെ ഒരു സെറ്റ് ഓഫ് നിർദ്ദേശങ്ങളാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. അതുപോലെയുള്ള ഒരു ഇന്റഗ്രേറ്റഡ് സെറ്റ് ഓഫ് നിർദ്ദേശങ്ങൾ, ഒരുപാട് സെറ്റ് ഓഫ് നിർദ്ദേശങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോഫ്റ്റ്വെയർ എനാബിൾസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് യൂസർ. ഒരു കമ്പ്യൂട്ടറും അതുപോലെ യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾ, അതായത് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ സാധ്യമാക്കുന്നത് ഈ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പൊ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറും നമ്മളും തമ്മിൽ നമ്മളെ ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഇന്ററാക്ഷൻ, നമ്മൾ കൊടുക്കുന്ന കാര്യം കമ്പ്യൂട്ടർ മനസ്സിലാക്കി പ്രോസസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരും, അല്ലെ, റിസൾട്ട് തരും. അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഇടയിൽ സാധ്യമാക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ദെൻ സോഫ്റ്റ്വെയറിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 3 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ, സെക്കൻഡ് വൺ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് തേർഡ് വൺ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെയാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ തന്നെയുള്ള സോഫ്റ്റ്വെയർ ആണ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയർ. ഈ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് മൊത്തം കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ, കമ്പ്യൂട്ടറിന്റെ വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ കൺട്രോൾസ് ദ ഹോൾ പ്രോസസ് ഇൻസൈഡ് എ കമ്പ്യൂട്ടർ. ഓക്കെ, ദെൻ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ നോർമൽ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ്ലി അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമുക്കറിയാം നമ്മുടെ ഫോണിലൊക്കെ അപ്ലിക്കേഷൻസ് ഉണ്ടാവും, അല്ലെ, ആപ്സ്. നമ്മൾ ഓരോ യുണീക്ക് ആയിട്ടുള്ള ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ അപ്ലിക്കേഷൻസ് ഉണ്ട്. ആ അപ്ലിക്കേഷൻസ് നമ്മുടെ ലാപ്പിലായാലും കമ്പ്യൂട്ടറിലായാലും ഇതുപോലെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ അപ്ലിക്കേഷൻസ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ ആവശ്യമാണ്. അതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്. ഒന്നുകൂടെ പറയാം, സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആർ ദ 3 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്. ഓക്കെ, അപ്പൊ ഇനി ഈ ഓരോ സോഫ്റ്റ്വെയറും, ഈ 3 സോഫ്റ്റ്വെയറും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓഫ് ദി ഹോൾ കമ്പ്യൂട്ടർ വർക്കിംഗ്. ഓക്കെ, അപ്പൊ അതിന് 4 എക്സാമ്പിൾസ് ഉണ്ട്. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS, കമ്പൈലർ, ഇന്റർപ്രിറ്റർ, അസംബ്ലർ. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കമ്പൈലർ, ഇന്റർപ്രിറ്റർ, അസംബ്ലർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കൺവേർട്ടേഴ്സ് ആണ്. കൺവേർട്ടർ മീൻസ് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ബൈനറി കോഡ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടർ റീഡ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മൗസ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ കൊടുക്കുക, അല്ലെ? അപ്പൊ അതിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ വാട്ടർ എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത വാട്ടർ ആണെന്ന് കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ കഴിയില്ല. കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷോ മലയാളമോ ഒന്നുമല്ല, അത് ബൈനറി ലാംഗ്വേജ് ആണ്. ബൈനറി
ഡിജിറ്റ്സ് അല്ലെങ്കിൽ ബിറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സീറോസ് ആൻഡ് വൺസ് യൂസ് ചെയ്തിട്ടുള്ള ബൈനറി കോഡ്സ് ആണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മെഷീൻ ലാംഗ്വേജ് എന്നാണ് പറയാ. അപ്പൊ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ലാംഗ്വേജിനൊക്കെ എന്ത് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം, അപ്പോഴേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൺവേർട്ടേഴ്സ് ആണ് എന്ത്, കമ്പൈലർ, ഇന്റർപ്രിറ്റർ ആൻഡ് അസംബ്ലർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കൺവേർട്ടേഴ്സും അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമാണ് എന്ത്, സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും മൊത്തം വർക്കുകളെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനുമാണ് ഈ 4 സോഫ്റ്റ്വെയർസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. കമ്പ്യൂട്ടറിന്റെ മൊത്തം പ്രോസസ്സ് കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം 4 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. സിസ്റ്റം സോഫ്റ്റ്വെയറിന് 4 എക്സാമ്പിൾ പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പിന്നെ 3 കൺവേർട്ടേഴ്സും അല്ലെ. അപ്പൊ അതിൽ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, സോഫ്റ്റ്വെയറിനെ 3 ടൈപ്പ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു. സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിന് തന്നെ 4 എക്സാമ്പിൾസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് യൂസർ. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എനാബിൾ ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്നതാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. അപ്പൊ സോഫ്റ്റ്വെയറിൽ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ്, അല്ലെങ്കിൽ അതിനിടയിലുള്ള ഒരു ബ്രിഡ്ജ് ആണ് എന്ത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് യൂസർ എന്ത് ചെയ്യും, ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലോഡ് ചെയ്യുന്നത് എന്താണ്, കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഫസ്റ്റ് ലോഡ് ചെയ്യുന്നത്. അത് ലോഡ് ചെയ്തിട്ടേ ബാക്കി എന്തേ ഉള്ളൂ, കമ്പ്യൂട്ടറിലെ മൊത്തം കാര്യങ്ങൾ വർക്ക്ഔട്ട് നടക്കണമെങ്കിൽ, ത്രൂ ഔട്ട് വർക്ക് നടക്കണമെങ്കിൽ എന്ത് വേണം, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ കമ്പ്യൂട്ടർ വിൽ നോട്ട് വർക്ക്. Okay, this manages all the activities of a computer related to software. ഇപ്പൊ സോഫ്റ്റ്വെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നത് ആരാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് 8 ഫങ്ഷൻസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളത്. അപ്പൊ ആ ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഈ ഫങ്ഷൻസ് വേണ്ടി ചോദിക്കാം. ഒരു 4 ഫങ്ഷൻസ് തന്നിട്ട്, ഇപ്പൊ അധികം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത്. 4 ഫങ്ഷൻസ് തന്നിട്ട് ചുവടെ പറയുന്നതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഈ 8 എണ്ണം പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് വെക്കുക. ഫസ്റ്റ് വൺ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും, കൺട്രോൾ ഓവർ ദ സിസ്റ്റം പെർഫോമൻസ്. സിസ്റ്റത്തിന്റെ പെർഫോമൻസ് മൊത്തം കൺട്രോൾ ചെയ്യുക അല്ലെ. നമ്മളിപ്പോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ് അല്ലെ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സിസ്റ്റത്തിന്റെ സിസ്റ്റത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, കൺട്രോൾ ഓവർ ദ സിസ്റ്റം പെർഫോമൻസ്. ദെൻ നമ്മൾ പറഞ്ഞു സോഫ്റ്റ്വെയറും മറ്റ് സോഫ്റ്റ്വെയറുകളും അതുപോലെ യൂസേഴ്സും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട്, ഹാർഡ്വെയറും യൂസറും തമ്മിലുള്ള ഇന്റർഫേസ് ആയിട്ട് ആര് ആക്ട് ചെയ്യും, ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നു. ദെൻ മറ്റൊരു പോയിന്റ് ആണ് ജോബ് അക്കൗണ്ടിങ്. ജോബ് അക്കൗണ്ടിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഏതൊക്കെ പാർട്സ് ആണ് അതിൽ യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് കമ്പ്യൂട്ടറാണ് ഡിസൈഡ് ചെയ്യുക. അപ്പൊ അത് ഡിസൈഡ് ചെയ്യുന്നതിനാണ് ജോബ് അക്കൗണ്ടിങ് എന്ന് പറയുക. കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ഡിസൈഡ് ചെയ്യും, നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഒരു ടാസ്ക് ചെയ്യാണ്. അങ്ങനെ ടാസ്ക് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതിനാണ് എന്ത് പറയുന്നത്, ജോബ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡിസൈഡിങ് വിച്ച് പാർട്സ് ടു ബി ഇൻവോൾവ് ഇൻ എ ടാസ്ക് ഓഫ് എ കമ്പ്യൂട്ടർ. വിച്ച് പാർട്സ് ഇൻവോൾവ് ഇൻ എ ടാസ്ക് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഒരു ടാസ്കിൽ ഏതൊക്കെ പാർട്സ് ഇൻവോൾവ്ഡ് ആവണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതിനാണ് ജോബ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്തതായിട്ട് എറർ ഡിറ്റക്ഷൻ. എറർ ഡിറ്റക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ടാസ്കിൽ
എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ, ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നതിന്, എന്ന് നോക്കുന്നതിനെയാണ് എറർ ഡിറ്റക്ഷൻ. എറർ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തൊരു ഫംഗ്ഷൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സേഫ്റ്റി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫോണിലൊക്കെ ഉണ്ടാവില്ലേ ആന്റി വൈറസ്, അതായത് വൈറസ് ഡിറ്റക്ട് ചെയ്യുന്നത്, അതൊക്കെ ഒരു സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ ചിലപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ഏതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടത് ഏതെന്ന് ചോദിച്ചിട്ട് 4 എണ്ണം, എന്നിട്ട് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആന്റിവൈറസ് ചിലപ്പോൾ ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കും. ഡയറക്റ്റ്ലി ഫംഗ്ഷൻ തന്നെ കൊടുത്തോളണമെന്നില്ല, അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലും അതെന്താണ് എററോ അല്ലെങ്കിൽ ആന്റിവൈറസ് അങ്ങനെയൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ഓക്കെ, ഇത് തന്നെയാണ് ഈ ഒരു സെക്യൂരിറ്റി ആണ് പറയുന്നത്, ആന്റിവൈറസ് ഒക്കെ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഫങ്ഷൻസ് ആണ് മെമ്മറി മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്. അതായത് ഡിവൈസിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറി, അതേപോലെ കമ്പ്യൂട്ടറിലെ മൊത്തം പ്രോസസ്സുകൾ, കമ്പ്യൂട്ടറിന്റെ ഡിവൈസസ്, ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ 8 ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു, ഒന്നുകൂടെ ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ, കൺട്രോൾ ഓവർ ദ സിസ്റ്റം പെർഫോമൻസ്, സിസ്റ്റത്തെ മൊത്തം കൺട്രോൾ ചെയ്യുക. ദെൻ ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, സോഫ്റ്റ്വെയറിന്റെയും യൂസറിന്റെ ഇടയിലുള്ള ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ ജോബ് അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറിലെ ഏതൊക്കെ പാർട്സ് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ജോബ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ എറർ ഡിറ്റക്ഷനും സെക്യൂരിറ്റിയും, തെറ്റുകൾ ഉണ്ടെങ്കിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ കണ്ടെത്തുക, അതേപോലെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുക. ദെൻ മെമ്മറി, പ്രോസസ് ആൻഡ് ഡിവൈസ് മാനേജ്മെന്റ്. ഈ 8 ഫങ്ഷൻസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഒരുപാട് സിസ്റ്റം ഉണ്ട്. ഞാൻ ജസ്റ്റ് 3 ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിൽ ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിനുള്ള എക്സാമ്പിൾ ആണ്. 3 സോഫ്റ്റ്വെയർസ് ഉണ്ട്, 3 ടൈപ്പ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഫസ്റ്റ് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സിസ്റ്റത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണ്. അതിലെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ തന്നെ നമുക്ക് വീണ്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പേരിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലെ, സിംഗിൾ യൂസർ ആണ്. അതായത് സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ യൂസർ, അതായത് ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം യൂസ് ചെയ്യാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത്? സിംഗിൾ യൂസർ operating system. The operating system that can be used for one person only at a time. Okay, then ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് മറ്റൊരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ എന്താ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായിരിക്കും? മൾട്ടി ആണ് അല്ലെ, ഒന്നിലധികം യൂസേഴ്സിന്, ഒന്നിലധികം പേഴ്സൺസിന് യൂസ് ചെയ്യാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മൾട്ടി യൂസർ എന്ന് പറയുന്നത്. അതായത് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ കഴിയും, അതാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ, ഒരേ സമയം ഒന്നിൽ കൂടുതൽ ജോബുകൾ ഒരുമിച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാ? മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അപ്പൊ 3 പറഞ്ഞു, സിംഗിൾ യൂസർ, മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരുമിച്ച് ചെയ്യാം. അതായത് ഇപ്പൊ ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്യാ, നമ്മള് ഒരുപാട് അപ്ലിക്കേഷൻസ് ഒരേ സമയത്ത് തന്നെ റൺ ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിൽ എന്ത് വേണം? മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം ടാസ്കുകൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഒരേ സമയത്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഇത് കൂടാതെ വേറെ ഉണ്ട് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇങ്ങനെ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേറെ ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് റെഫർ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സെർവറിന്റെ അണ്ടറിലുള്ള
വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുന്ന ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിന്റെ ഇടയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അങ്ങനെ വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇതിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് ആണ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യമായി ഡെവലപ്പ് ചെയ്യപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് GMNAA IBAR-O. GMNAA IBAR-O 1956 ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് എന്ന് പറയുന്നത് GMNAA IBAR-O 1956 ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലൈസൻസ് ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? വിൻഡോസ് ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മളെ ഇടയിൽ ഇവിടെയൊക്കെ തന്നെ ആയാലും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ് അല്ലെ. ആദ്യമായിട്ട് വിൻഡോസ് ഡെവലപ്പ് ചെയ്തപ്പോൾ അതിന്റെ ഫസ്റ്റ് വേർഷൻ ഏതായിരുന്നു? വിൻഡോസ് 1.0 ആണ് ഫസ്റ്റ് വിൻഡോസിന്റെ വേർഷൻ. അത് പുറത്തിറക്കിയത് 1985 1985 വിൻഡോസിന്റെ ഫസ്റ്റ് വേർഷൻ ഇറങ്ങുന്നത്. ആരാണ് ഇറക്കിയത്? മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് വിൻഡോസ് ഇറക്കിയത്. മൈക്രോസോഫ്റ്റില് 1985 വിൻഡോസിന്റെ ഫസ്റ്റ് വേർഷൻ പുറത്തിറക്കി. മൈക്രോസോഫ്റ്റിന്റെ കണ്ടുപിടിച്ചത് ആരാണ്? അതിന്റെ ആൾക്കാര് ബിൽ ഗേറ്റ്സും ആൻഡ് പോൾ അലനും ആണ് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം GMNAA. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് യൂസ് ചെയ്യുന്ന ലൈസൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ്. വിൻഡോസിന്റെ ഫസ്റ്റ് വേർഷൻ 1985 മൈക്രോസോഫ്റ്റ് ആണ് പുറത്തിറക്കുന്നത്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തത് ബിൽ ഗേറ്റ്സും പോൾ അലനും ആണ്. ഓക്കെ, ഇനി വിൻഡോസിന്റെ പല വേർഷൻസ് പിന്നീട് ഇറങ്ങി. അപ്പൊ അതിലിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിൻഡോസിന്റെ വേർഷൻ എന്ന് പറയുന്നത് വിൻഡോസ് 11 ആണ്. വിൻഡോസ് 11. അപ്പൊ ആ വിൻഡോസ് 11 യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ് അതിലെ ഡീഫോൾട്ട് ആയിട്ടുള്ള വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. വിൻഡോസ് 11 ഡീഫോൾട്ട് വെബ് ബ്രൗസർ ആണ് മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഓക്കെ, ഇനി ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് വിൻഡോസ് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫ് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് സിംഗിൾ യൂസർ? ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിരുന്നു കുറച്ചു മുമ്പേ. വിൻഡോസ് ഒക്കെ അത് കഴിഞ്ഞിട്ട് വന്നതാണ്. വിൻഡോസ് അല്ലാതെ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഫസ്റ്റത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് DOS ആണ്. DOS. അതിന്റെ ഫുൾ എന്ന് പറയുന്ന ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അതിന്റെ ഫുൾ ഫോം. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം DOS ആണ് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫ് ആപ്പിൾ കമ്പനി. ആപ്പിൾ നമുക്കറിയാം അല്ലെ, ആപ്പിൾ ഐഫോണൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഇപ്പം സുലഭമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ പേരാണ് മാക്കിൻടോഷ് എന്ന് പറയുന്നത്. മാക്കിൻടോഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫ് ആപ്പിൾ കമ്പനി. ദെൻ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് യൂസിങ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യുനിക്സ് എന്ന് പറയുന്നത്. യുനിക്സ്. അപ്പൊ എന്താണ് അസംബ്ലി ലാംഗ്വേജ്? അസംബ്ലി ലാംഗ്വേജ് നമ്മൾ ജസ്റ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു, ഇന്റർപ്രിറ്റർ, കമ്പൈലർ ഒക്കെ പറഞ്ഞു അല്ലെ. അതായത് നമ്മൾ ഒരു ലാംഗ്വേജിനെ ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൺവേർട്ടേഴ്സ് ആണ് അതൊക്കെ. അതായത് കമ്പ്യൂട്ടറിന് ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ട്. അതിൽ പെട്ട ഒരു ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. ഈ ഒരു അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യുനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
Then operation system that can develop applications creatively and can sell it. അതായത് നമ്മൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് അപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് പ്ലേ സ്റ്റോർ പോലെ നമ്മൾ പ്ലേ സ്റ്റോറിൽ എന്താ ചെയ്യുക, ഒരുപാട് ആപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യും, അതേപോലെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റില്ലേ. അതുപോലെ ക്രിയേറ്റീവ് ആയിട്ട് ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാനും അത് സെല് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ചാറ്റ് OS എന്ന് പറയുന്നത്. ചാറ്റ് OS. ദെൻ ആദ്യത്തെ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഫ്ലോക്ക് OS. ഫ്ലോക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഫ്ലോക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ അടുത്തതായിട്ട് ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അതായത് നമ്മളിപ്പോ പറഞ്ഞതൊക്കെ, അതായത് വിൻഡോസും ഇതൊക്കെ എന്ത് ചെയ്യാണ് നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് പെയ്ഡ് ആണ് അതൊക്കെ. ഇനി പെയ്ഡ് അല്ലാതെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വൈഡ്ലി യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഈ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ്. റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദെൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്, ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ലിനക്സ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്തത് ലിനസ് ടോൾവാർഡ്സ് ആണ്. ലിനസ് ടോൾവാർഡ്സ്. അപ്പൊ ആ പേര് തന്നെ മനസ്സിലാക്കാം അല്ലെ, ലിനക്സ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ലിനസ് ടോൾവാർഡ്സ് ആണ് ഫേമസ് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ്. പേയ്മെന്റ് ഒന്നുമില്ല. ഇനി ലിനക്സിന്റെ ഒരു ഭാഗ്യ ചിഹ്നം എന്നറിയപ്പെടുന്ന ഒരു ചിഹ്നം ഉണ്ട്. ലിനക്സ് ഓർക്കുന്ന സമയത്ത് അതിലുള്ള ഒരു ചിഹ്നമാണ് എന്ത്, ടെക്സ്. ടെക്സ് എന്ന് പറയുന്ന ഒരു പെൻഗ്വിന്റെ ഒരു ഫോട്ടോ. ലിനക്സിന്റെ ഭാഗ്യ ചിഹ്നം ടെക്സ് എന്ന പെൻഗ്വിന്റെ ഫോട്ടോ ആണ്. ഓക്കെ. ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഫുള്ളി സപ്പോർട്ടഡ് 64-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫുള്ളി സപ്പോർട്ടഡ് ആയിട്ടുള്ള 64-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ലിനക്സ് എന്ന് പറയാം അല്ലെ. ലിനക്സ് ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുപോലെ ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. 1991 ലിനക്സ് ടോൾവാർഡ്സ് എന്ത് ചെയ്യുന്നത്, ലിനക്സ് എന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. ലിനക്സിന്റെ ഭാഗ്യ ചിഹ്നം ടെക്സ് എന്ന പെൻഗ്വിനാണ്. ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് 64-ബിറ്റ് ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ്. ഇനി ലിനക്സ് കൂടാതെ വേറെയും ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ബോസ്, ഉബുണ്ടു, ഫെഡോറോ, മെഗിയോ, ഡെബിയോൺ. ഇതൊക്കെ ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ. ദെൻ ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിനക്സിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബോസ്. ബോസിന്റെ ഫുൾ ഫോം ആണ് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് എന്താണ്, ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഇന്ത്യയാണ്. ഓക്കെ. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ഇന്ത്യയിൽ ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, സിഡാക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് സിഡാക്. സിഡാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. ചെന്നൈയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിഡാക് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. സിഡാക് ആണ് ഇന്ത്യയിലെ ഫ്രീ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ബോസ്, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ. ഇനി നമ്മൾ മൊബൈൽ ഫോൺസിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് നമ്മുടെ iOS, ആപ്പിളിൻ്റെ, അതുപോലെ ഗൂഗിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആൻഡ്രോയിഡ് പോലെയുള്ള മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ആയിട്ട് മൊബൈലിൽ യൂസ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് സിംബിയൻ. സിംബിയൻ എന്ന് പറയുന്നത് 2000-ലാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ബൈ നോക്കിയ കമ്പനിയാണ്. ഫസ്റ്റ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിംബിയൻ. ആ പേര് ഓർത്ത് വെക്കുക, സിംബിയൻ എന്നുള്ള ടേം ഓർത്ത് വെക്കുക കേട്ടോ. സിംബിയൻ ബൈ നോക്കിയ. ഓക്കെ. അപ്പൊ ഇതുപോലെ വേറെ
മൊബൈൽ കമ്പനീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് iOS എന്ന് പറയുന്നത്. ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ്. ഓക്കെ, അപ്പൊ സിംബിയൻ നോക്കിയയുടേത്, ആപ്പിളിന്റേത് iOS-ഉം ഗൂഗിളിന്റേത് ആൻഡ്രോയിഡും. ഇനി ഇത്രയൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി കമ്പ്യൂട്ടറിന് ഒരുപാട് ലാംഗ്വേജുകൾ ഉണ്ട് അല്ലെ. കമ്പ്യൂട്ടറിന് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ 3 കൺവേർട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പം കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. ഇനി അടുത്തതായിട്ട് 3 കൺവേർട്ടേഴ്സ് പറയണം. കൺവേർട്ടേഴ്സ് ആയിട്ടുള്ള അസംബ്ലർ, അതുപോലെ ഇന്റർപ്രിറ്റർ ആൻഡ് കമ്പൈലർ. അപ്പൊ ഇതൊക്കെ എന്താണ്, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജ് ആണ്. അപ്പൊ ഈ ഒരു നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വേറെ ലാംഗ്വേജിലായിരിക്കും. ആ ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൺവേർട്ടേഴ്സ് ആണ് അടുത്ത 3 അടുത്ത 3 സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പൊ അതിന് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതൊക്കെയാ നോക്കണം അല്ലെ. അപ്പൊ ആദ്യം കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ലെവൽ ലാംഗ്വേജും ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജും ഉണ്ട്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവണ ലാംഗ്വേജ്. ഓക്കെ, അത് കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി ആയിരിക്കും. കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് എന്ത്, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജ്. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതെന്തായിരിക്കും, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ. അപ്പൊ അതെന്തായിരിക്കൂല, കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി ആയിരിക്കൂല. നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. ഓക്കെ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ഇനി ലോ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾസ് ആണ് മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഇത് രണ്ടും കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്. എങ്കിൽ പോലും കമ്പ്യൂട്ടറിന് ഇതിൽ മനസ്സിലാവുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ്. അസംബ്ലി ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് മനസ്സിലാക്കാൻ കഴിയില്ല. അതെന്ത് ചെയ്യണം, അത് കൺവേർട്ട് ചെയ്തിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കി മാറ്റിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി ഹൈ ലെവൽ ലാംഗ്വേജ്, യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ് സി, ജാവ, C++, പൈത്തൺ. ഇതൊക്കെ നമ്മൾ എന്താണ് ഓരോ പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് സി, ജാവ എന്നൊക്കെ പറയുന്ന ലാംഗ്വേജസ്. ഓക്കെ, അപ്പൊ ഇതാണ് 2 ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്, ലോ ലെവൽ ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി ആണ്, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജസ് ആണ് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, യൂസറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് സി, ജാവ, C++, പൈത്തൺ. ഓക്കെ, ഇനി കമ്പൈലർ. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു. അടുത്ത ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ എന്ന് പറയുന്നത്. കമ്പൈലർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ടു കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ കമ്പൈലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺവേർട്ടർ ആണ്. ഇത് എന്താ കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞത്, അതായത് ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിൽ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള പൈത്തൺ, ജാവ, സി ഒക്കെ പോലെയുള്ള ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടർ ആണ് എന്ത്, കമ്പൈലർ. ഓക്കെ, ഇനി നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞു ഹൈ ലെവൽ ലാംഗ്വേജിലായിരിക്കും. അതിനെ ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യും, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ഡിഫറെന്റ് രീതികളുണ്ട്, ഡിഫറെന്റ് മെത്തേഡുകളുണ്ട്. അപ്പൊ അതിലൊരു മെത്തേഡാണ് എന്ത്, നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് മൊത്തം, അതായത് നമ്മളൊരു പാരഗ്രാഫ് ആണ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് പൈത്തണില്, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാം പൈത്തണിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവും, ആ പൈത്തൺ അറിയുന്നവർക്ക് അത് മനസ്സിലാവും, പക്ഷെ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ ഈ കമ്പൈലർ എന്ന് പറഞ്ഞിട്ടുള്ള കൺവേർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ്. അപ്പൊ മാറ്റുമ്പോൾ ഈ ഒരു പ്രോഗ്രാം മൊത്തത്തില് ഒറ്റയടിക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കൺവേർട്ടർ ആണ് കമ്പൈലർ. ഓക്കെ, അതായത് ഇവിടെ എന്തുണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ഇതിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്ത് യൂസ് ചെയ്തിട്ട്, കമ്പൈലർ യൂസ് ചെയ്തിട്ട്. അപ്പൊ കമ്പൈലർ ഇതിന്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ
ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാം. ഓക്കെ, ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാം ഉണ്ട്. ഇത് ഡയറക്റ്റ് ഈ കമ്പൈൽ ചെയ്ത് വരുമ്പോ എന്താവും, ഇത് മൊത്തം ഈ പ്രോഗ്രാം മൊത്തം മെഷീൻ ലാംഗ്വേജിലായിട്ട് കിട്ടും. അതാണ് കമ്പൈലറിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അത് മൊത്തത്തിൽ ആസ് എ ഹോൾ, അത് പറഞ്ഞ എന്ത്, ഇറ്റ് കൺവേർട്ട് ദ കണ്ടന്റ് ആസ് എ ഹോൾ, ആ കണ്ടന്റിനെ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനെ മൊത്തത്തിൽ കമ്പൈൽ ചെയ്യുന്നു, മൊത്തത്തിൽ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അടുത്തത് ഇന്റർപ്രിറ്റർ ആണ്. അടുത്ത സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇന്റർപ്രിറ്റർ എന്ന് പറയുന്നത്. ഇന്റർപ്രിറ്ററും ഒരു കൺവേർട്ടർ തന്നെയാണ്. ഇതും കമ്പൈലറും തമ്മിൽ മാറ്റമുണ്ട്. ഓക്കെ, എന്താണ് മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹിയർ ദ ഡാറ്റ അല്ലെങ്കിൽ ദ പ്രോഗ്രാം ഈസ് കൺവേർട്ടഡ് എങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർ ലൈൻ ബൈ ലൈൻ. നേരത്തെ നമ്മൾ ആ പ്രോഗ്രാമിനെ മൊത്തത്തിൽ ഒരേ സമയത്ത് മൊത്തത്തിൽ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്, ഏതില്, കമ്പൈലറിൽ. പക്ഷെ ഇന്റർപ്രിറ്ററിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ്, നമ്മൾ കൊടുത്ത പ്രോഗ്രാം ആദ്യം ഒരു ലൈന് കൺവേർട്ട് ചെയ്യും, ദെൻ പിന്നെ ഒരു ലൈന് കൺവേർട്ട് ചെയ്യും, അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആണ് ഇന്റർപ്രിറ്ററിൽ ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്യുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇന്റർപ്രിറ്ററും കമ്പൈലറും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ, ഇന്റർപ്രിറ്റർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട്, കമ്പൈലർ ഒന്നിച്ച് കണ്ടന്റിനെ മൊത്തത്തിൽ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്തൊരു കമ്പൈലർ ആണ് അസംബ്ലർ. അസംബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജ്, ഇവിടെ കമ്പൈലറിലും ഇന്റർപ്രിറ്ററിലും നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജിനെയാണ് കൺവേർട്ട് ചെയ്തത്. ദെൻ അസംബ്ലി ലാംഗ്വേജ്, അസംബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്, ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ് അല്ലെ. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൺവേർട്ടർ ആണ് അസംബ്ലർ. ഓക്കെ, ഇറ്റ് ഈസ് ദ കൺവേർട്ടർ ദാറ്റ് വർക്ക് ബിറ്റ്വീൻ ലോ ലെവൽ ലാംഗ്വേജ്, അങ്ങനെ നമുക്ക് പറയാം, ലോ ലെവൽ ലാംഗ്വേജുകൾക്കിടയിൽ വർക്ക് ചെയ്യുന്നു. അതായത് ഇതിൽ എന്താണ്, അസംബ്ലി ലാംഗ്വേജും ലോ ലെവൽ ആണ്, മെഷീൻ ലാംഗ്വേജും ലോ ലെവൽ ആണ്, രണ്ടും ലോ ലെവൽ ലാംഗ്വേജ് ആണ്. നേരത്തെ ഇതിൽ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജും തമ്മിലുള്ള കൺവേർഷൻ ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ രണ്ട് ലോ ലെവൽ ലാംഗ്വേജുകൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന കൺവേർട്ടർ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അസംബ്ലർ. ഓക്കെ, അപ്പൊ അത്രയാണ് അസംബ്ലർ ലാംഗ്വേജിന്, അസംബ്ലറിനെ കുറിച്ച് പറയാനുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്, കൺവേർട്ടർ വർക്ക് ബിറ്റ്വീൻ ലോ ലെവൽ ലാംഗ്വേജസ്. അപ്പൊ 3 കൺവേർട്ടറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ കമ്പൈലർ, ദെൻ ഇന്റർപ്രിറ്റർ, അസംബ്ലർ. അസംബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കുന്നു. കമ്പൈലറിൽ അതുപോലെ ഇന്റർപ്രിറ്ററിലും ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് ആക്കുന്നു. അത് തന്നെ കമ്പൈലറിൽ മൊത്തത്തിൽ ഡാറ്റ അല്ലെങ്കിൽ പ്രോഗ്രാം ആണ് കൺവേർട്ട് ചെയ്യുന്നത്. അതേസമയം ഇന്റർപ്രിറ്ററിലാണെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഡാറ്റ മാറ്റുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ 3 കൺവേർട്ടേഴ്സും സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, 3 കൺവേർട്ടറും എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്തതായിട്ട് സോഫ്റ്റ്വെയറിന്റെ രണ്ടാമത്തെ ടൈപ്പ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു എന്ത്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഉപയോഗിക്കുക, ഉപയോഗം എന്നൊക്കെയല്ലേ യൂട്ടിലിറ്റി എന്നുള്ള വേർഡിന്റെ അർത്ഥം. ആ പേര് പോലെ തന്നെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നോർമൽ ആയിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ, നോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വർക്കുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ദാറ്റ് ഡു ദ നോർമൽ വർക്ക്സ് ഇൻ എ കമ്പ്യൂട്ടർ. ഏതൊക്കെയാണ് നോർമൽ വർക്ക്? അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുത്ത പ്രോഗ്രാമിനെ പ്രോസസ് ചെയ്യുക, നമ്മൾ കൊടുത്ത ഡാറ്റകൾ സോർട്ട് ചെയ്യുക, എന്തെങ്കിലും ഡിലീറ്റ് ആക്കാനുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് എന്നുള്ള ബട്ടണും പോയി ക്ലിക്ക് ചെയ്യും അല്ലെ. മൗസ് കൊണ്ടുപോയി നീക്കി വെച്ചിട്ട് ഡിലീറ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യും, അല്ലെങ്കിൽ മൗസ് കൊണ്ട് നീക്കിയിട്ട് ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ അത് ഡിലീറ്റ് ആവണത്? ഈ ഒരു സിസ്റ്റം, ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു നിർദ്ദേശം കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത് അങ്ങനെയാണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ നടക്കുന്ന വർക്കുകളാണ്. പ്രോസസ്സിങ്, സോർട്ടിങ്, ഡിലീറ്റിങ്, കോപ്പിയിങ്,
പേസ്റ്റിംഗ് എക്സെട്ര ഇതുപോലെയുള്ള നോർമൽ വർക്കുകൾ. ബേസിക് ഫങ്ഷൻസ് അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് പ്രൊട്ടക്ഷൻ, കോൺഫിഗറേഷൻ, ഒപ്റ്റിമൈസേഷൻ പോലുള്ള ബേസിക് ഫങ്ഷൻസിൽ വരുന്നതാണ് ഈ ഒരു പ്രോസസ്സിംഗ്, സോർട്ടിങ്, ഡിലീറ്റിംഗ് ഒക്കെ. ഓക്കെ, ദെൻ ആന്റിവൈറസ്. ഈ പ്രൊട്ടക്ഷൻ, സോറി ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആന്റിവൈറസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് സോറി ഇവിടെയാണ് അത് വരുന്നത്. ഓക്കെ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ആന്റിവൈറസ് എന്ന് പറയുന്നത്. ആക്ച്വലി പ്രൊട്ടക്ഷന്റെ ഇതിലാണ് അത് വരിക, അണ്ടറിൽ, പ്രൊട്ടക്ഷന്റെ അണ്ടറിൽ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന മൊത്തത്തിൽ കമ്പ്യൂട്ടറിന്റെ മൊത്തത്തിലുള്ള ഫംഗ്ഷൻ ആണ്, മൊത്തത്തിലുള്ള കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ് അവിടെ വരിക. പ്രൊട്ടക്ഷൻ ഇവിടെയാണ് വരുന്നത് കേട്ടോ. ആന്റിവൈറസ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് വരിക. ദെൻ അതുപോലെ ഡിസ്ക് ടൂള്, ബാക്കപ്പ് ടൂൾസ്, കോൺഫിഗറേഷൻ ടൂൾസ് ഒക്കെ ഇതിൽ വരും. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിലാണ് വരിക. ഡ്രൈവ് ക്ലീനർ പോലെയുള്ള നിത്യമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ഫങ്ഷൻസിന് യൂസ് ചെയ്യുന്ന ടൂൾസ്. ഓക്കെ, അതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ദെൻ ലാസ്റ്റ്ലി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ദാറ്റ് ആർ ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് ഫങ്ഷൻസ് ഓൺലി. അതായത് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്പുകൾ ഉണ്ട്, ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ. ഓരോ അപ്ലിക്കേഷൻസും ഓരോ ഫംഗ്ഷൻ ആണുള്ളത്. ഇപ്പൊ അപ്ലിക്കേഷൻസിന് എക്സാമ്പിൾ ആണ് എന്ത്, ഫോട്ടോഷോപ്പ്, അതുപോലെ മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, ഇതൊക്കെ വേറെ വേറെ അപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഓരോന്നിനും ഓരോ സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ട് അല്ലെ. വേർഡ് യൂസ് ചെയ്യുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നത്, അല്ല രണ്ടിന്റെ ഫംഗ്ഷൻ വേറെയാണ്. അപ്പൊ ഇതേപോലെ ഓരോ സ്പെസിഫിക് ഫംഗ്ഷൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ദാറ്റ് ആർ ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് ഫങ്ഷൻസ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എൻഡ് യൂസർ സോഫ്റ്റ്വെയർ. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എൻഡ് യൂസർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എൻഡ് യൂസർ സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് ആണ് മൈക്രോസോഫ്റ്റ് ഓഫീസ്, പേജ് മേക്കർ, ഫോട്ടോഷോപ്പ് എക്സെട്ര. ഏത് ആപ്പും നമുക്ക് എഴുതാം. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പറഞ്ഞാല് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി ഈ അപ്ലിക്കേഷൻസ് പറയുന്ന സമയത്ത് വരുന്ന ഒന്നാണ് എന്ത്, ഫയൽ എക്സ്റ്റൻഷൻ. അതായത് ഓരോ ആപ്പിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഫയൽ എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല. ഇപ്പം MS വേർഡിൽ മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ആർട്ടിക്കിൾ എഴുതുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കി സേവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും അല്ലെ. നമ്മുടെ പേരിട്ട് സേവ് ചെയ്താലും സേവ് ആവുക എന്തായിരിക്കും, .docx .docx എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും അതിന്റെ കൂടെ. അപ്പൊ MS വേർഡിന്റെ ഫയൽ എക്സ്റ്റൻഷൻ ആണ് .docx. എക്സലിൻ്റെത്, മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഫയൽ എക്സ്റ്റൻഷൻ .xlsx. പവർ പോയിന്റിൻ്റെതാണെങ്കിൽ .pptx. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഓപ്പൺ സോഴ്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. ഓപ്പൺ ഓഫീസ് റൈറ്റർ, ഓപ്പൺ ഓഫീസ് കാൽക്ക്, ഓപ്പൺ ഓഫീസ് ഇംപ്രസ്. അപ്പൊ ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ സോഴ്സിൽ നമ്മൾ അല്ലാത്ത സോഴ്സിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യൂലേ, മൈക്രോസോഫ്റ്റ് വേർഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഓപ്പൺ സോഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആണ് എന്ത്, ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത്. ഓപ്പൺ ഓഫീസ് റൈറ്ററിന്റെ ഫയൽ എക്സ്റ്റൻഷൻ ആണ് .odt. ഇനി അതേപോലെ ഓപ്പൺ സോഴ്സിൽ നമ്മൾ അല്ലാത്ത സോഴ്സിൽ പെയ്ഡ് ആയിട്ടുള്ള സോഴ്സ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്ന പോലെ ഓപ്പൺ സോഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത്. ഓപ്പൺ ഓഫീസ് കാൽക്കിന്റെ എക്സ്റ്റൻഷൻ, ഫയൽ എക്സ്റ്റൻഷൻ .ods ആണ്. ഓപ്പൺ ഓഫീസ് റൈറ്ററിൻ്റെത് .odt, ഓപ്പൺ ഓഫീസ് കാൽക്കിൻ്റെത് .ods. മൂന്നാമത്തായിട്ട് ഓപ്പൺ ഓഫീസ് ഇംപ്രസ്, അതിൻ്റെത് .odp. അതായത് അതൊരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ ഓഫീസ് ഇംപ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സോഴ്സിലെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ഓഫീസ് ഇംപ്രസ്. അതിന്റെ ഫയൽ എക്സ്റ്റൻഷൻ .odp. ഓക്കെ, അപ്പൊ ഈ ഒരു ഫയൽ എക്സ്റ്റൻഷൻസ് ഓർത്ത് വെക്കുക. ഓരോന്നിന്റെയും കമന്റ് ചെയ്തിട്ട് ഓരോന്നിന്റെ കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. MS വേർഡ് .docx, MS Excel .xlsx, പവർ പോയിന്റ് .pptx, ഓപ്പൺ ഓഫീസ് റൈറ്റർ .odt, ഓപ്പൺ ഓഫീസ് കാൽക്ക് .ods, ഓപ്പൺ ഓഫീസ് ഇംപ്രസ് .odp. പിന്നെ ഇതിന്റെ ഫംഗ്ഷൻ, റൈറ്റർ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എഡിറ്റർ ആണ്, കാൽക്ക് ആണെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് പോലെ, ദെൻ ഇംപ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ടേംസുകളാണ്. ആദ്യമായിട്ട് സോഴ്സ് കോഡ്. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം റിട്ടൺ ബൈ ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, നമ്മളൊരു കമ്പ്യൂട്ടറിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതി ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്, സി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പൈത്തൺ യൂസ് ചെയ്തിട്ടൊക്കെ നമ്മളൊരു പ്രോഗ്രാം എഴുതി. നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്, പ്രോഗ്രാം എഴുതുന്നത് അല്ലെ. നമ്മൾ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ആ പ്രോഗ്രാമിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ടേമാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. സോഴ്സ് കോഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, അടുത്തത് ഒബ്ജക്റ്റ് കോഡ്. അപ്പൊ ഒബ്ജക്റ്റ് കോഡ് എന്താണ്, സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ കോഡ്. ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന കോഡ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ അതെന്ത് ചെയ്യണം, അതിനെ നമ്മൾ ബൈനറി കോഡിലേക്ക് ചേഞ്ച് ചെയ്യണം അല്ലെ. കോഡ് ചേഞ്ച്ഡ് ടു ബൈനറി കോഡ്. ബൈനറി കോഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള, അതായത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയതിന്റെ ബൈനറി പകർപ്പ്. അതാണ്, അതെങ്ങനെ കിട്ടുക, കമ്പൈൽ ചെയ്തിട്ട്, കമ്പൈലർ യൂസ് ചെയ്തിട്ട് അല്ലെ ഇന്റർപ്രിറ്ററോ ഏതെങ്കിലും ഒരു കൺവേർട്ടർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് കോഡ് കിട്ടുന്നത്. ഓക്കെ, ദെൻ സിൻടാക്സ്. സിൻടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതുമ്പോൾ അതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ആ റൂൾസും റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് റൂൾസും റെഗുലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, സിൻടാക്സ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പൈത്തൺ. എന്താണ് പൈത്തൺ എന്ന് പറയാ, അതൊരു ലാംഗ്വേജ് ആണ് അല്ലെ, ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു റൂളുകൾ ഉണ്ട് അത് എഴുതാൻ. അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലാണ് നമ്മൾ അതിലുള്ള പ്രോഗ്രാം എഴുതുക. ആ ഒരു ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു റൂൾസിനെ പറയുന്ന പേരാണ് സിൻടാക്സ്. സിൻടാക്സ്. ദെൻ ബഗ്. ബഗ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൽ വരുന്ന എറേഴ്സ് ആണ്. നമുക്ക് നമ്മൾ പൈത്തണിൽ ഒരു പ്രോഗ്രാം ചെയ്തു, എന്നിട്ട് അത് റൺ ചെയ്യുന്ന സമയത്ത് റൺ ആവണില്ല, എറർ പ്രോബ്ലം എന്ന് കാണിക്കും. എന്താണ്, അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് റൺ ആവില്ല ആ പ്രോഗ്രാം. അപ്പൊ ആ എറേഴ്സിന് പറയുന്ന പേരാണ് എന്ത്, ബഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബഗ്സ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് തന്നെ പ്രോഗ്രാം. ദെൻ അപ്പൊ ഡീബഗ് എന്തായിരിക്കും, ഡീബഗിങ് എന്ന് പറയുന്നത് ഈ ഒരു എറർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ എററിനെ എഡിറ്റ് ചെയ്യണം അല്ലെ. എററിനെ എഡിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡീബഗിങ്. എററിനെ എഡിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേര് ഡീബഗിങ്. അപ്പൊ ഇതൊക്കെ കുറച്ച് ടേംസ് ആണ്, അതൊക്കെ എന്താന്ന് ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് അൽഗോരിതം. അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക്കൽ സ്റ്റെപ്സ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ എ കമ്പ്യൂട്ടർ. അതായത് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താണ് പൈത്തൺ പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിൽ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു ലോജിക്കൽ സ്റ്റെപ്സ് ഉണ്ടാവും. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാം യൂസ് ചെയ്യാം. അപ്പൊ ആ പ്രോഗ്രാം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് ലോജിക്കൽ സ്റ്റെപ്സ് ഉണ്ട്. ആ ലോജിക്കൽ സ്റ്റെപ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അൽഗോരിതം എന്ന് പറയുന്ന ലോജിക്കൽ സ്റ്റെപ്സ് ടു സോൾവ് എ പ്രോബ്ലം ഇൻ എ കമ്പ്യൂട്ടർ. ഇനി അൽഗോരിതം എന്ന് പറഞ്ഞാൽ റിട്ടൺ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്. അൽഗോരിതം എന്ന് പറയുന്ന ലോജിക്കൽ സ്റ്റെപ്സ് എന്ന് പറയുന്ന റിട്ടൺ ആണ്. അതിന്റെ തന്നെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആയിട്ട്, അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ്, കമ്പ്യൂട്ടറിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സിനെ നമ്മൾ ഒരു പിക്ചർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ചാർട്ട് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിക്ചോറിയൽ റെപ്രസെന്റേഷന് പറയുന്ന പേരാണ് ഫ്ലോ ചാർട്ട്. അൽഗോരിതത്തിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഫ്ലോ ചാർട്ട്. അപ്പൊ ഫ്ലോ ചാർട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ഷേപ്പുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഓരോ ഷേപ്പും ഓരോ ഷേപ്പ് എല്ലാത്തിനും പറ്റൂല. ഓരോന്നിനും ഓരോ ഷേപ്പ് ഉണ്ട്, ഓരോ ഫംഗ്ഷനും ഓരോ ഷേപ്പ് ഉണ്ട്. ഇപ്പൊ ആ ഷേപ്പുകളാണ് ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന ഷേപ്പാണ്. ഫസ്റ്റ് ഷേപ്പ് ഓവൽ. ഓവൽ ഷേപ്പ് യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പിനാണ്. സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഷേപ്പാണ് ഓവൽ ഷേപ്പ്. ഓക്കെ, ദെൻ അടുത്തൊരു ഷേപ്പാണ് പാരലലോഗ്രാം. പാരലലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പാണ് പാരലലോഗ്രാം എന്ന് പറയുന്നത്. അതായത് ചെരിഞ്ഞിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ പോലെ. ഓക്കെ, റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കുക. അതിന്റെ ഈ ഒരു വിടുത്ത് വരുന്ന ഭാഗം നമ്മൾ തിരിച്ചു വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് പാരലലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനാണ് ഓവൽ ഷേപ്പ് യൂസ് ചെയ്യുക ഫ്ലോ ചാർട്ടിൽ. ഫ്ലോ ചാർട്ടിൽ പാരലലോഗ്രാം യൂസ് ചെയ്യുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോ ഒരു ഫ്ലോ ചാർട്ടിൽ കീബോർഡ് എന്നുണ്ട്, കീബോർഡ് എന്താണ് ഇൻപുട്ട് ആണ് അല്ലെ, അപ്പൊ കീബോർഡ് എന്ന് പാരലലോഗ്രാമിലാണ് എഴുതുക. ഓക്കെ, ദെൻ റെക്ടാങ്കിൾ അതിൽ എഴുതുക പ്രോസസ്സും. ഒരു കമ്പ്യൂട്ടറിലെ ടാസ്കുകളിലുള്ള പ്രോസസ്സുകളൊക്കെ നമ്മൾ റെക്ടാങ്കിളിന്റെ ഉള്ളിലാക്കിയിട്ടാണ് എഴുതുക. അതുപോലെ ഡബിൾ സൈഡ് റെക്ടാങ്കിൾ, രണ്ട് സൈഡ് ആക്കിയിട്ട് ഡബിൾ സൈഡ് ആയിട്ടുള്ള റെക്ടാങ്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡുള്ള റെക്ടാങ്കിൾ കൊടുക്കും. ആ റെക്ടാങ്കിളിന്റെ ഉള്ളിലാക്കിയിട്ട് ഇക്വേഷൻസ് എഴുതാൻ. അതേപോലെ ഇക്വേഷൻസ് എഴുതാൻ യൂസ് ചെയ്യുന്ന ഷേപ്പാണ് എന്ത്, ഡബിൾ സൈഡ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. ദെൻ ഡയമണ്ട് ഷേപ്പ്, അതായത് റോംബസ് ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് സിമ്പൽ ആണ്. ഫ്ലോ ചാർട്ടിലെ ഡിസിഷൻ മേക്കിംഗ് സിമ്പൽ ആണ് ഡയമണ്ട് അല്ലെങ്കിൽ റോംബസ് ഷേപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ യൂസ് ചെയ്യുന്ന ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന ആരോ, ഓക്കെ, ആരോസ് യൂസ് ചെയ്യുന്ന എന്തിനാണ്, കണക്ട് ചെയ്യാൻ വേണ്ടി രണ്ടെണ്ണത്തിന്. അതായത് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് യൂസ് ചെയ്യുക ഓവൽ ഷേപ്പിലാണെന്ന് പറഞ്ഞില്ലേ, അപ്പോ ഓവൽ ഷേപ്പിൽ എന്ത് ചെയ്തു, സ്റ്റാർട്ട് എന്ന് കൊടുത്തു. ഇനി അടുത്തത് ഒരു ഇൻപുട്ട് ആണ്. ഇൻപുട്ട് നമ്മൾ പറഞ്ഞു പാരലലോഗ്രാമിലാണ് കൊടുക്കുക. പാരലലോഗ്രാമിൽ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തു. അപ്പൊ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ആരോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്മോൾ സർക്കിൾ ടു കണക്ട് ടു പേജ്. അപ്പൊ രണ്ട് പേജുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്മോൾ സർക്കിൾ. ഓക്കെ, രണ്ട് ഫ്ലോ ചാർട്ടിലെ രണ്ട് എലമെന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആരോ, രണ്ട് പേജസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ സ്മോൾ സർക്കിൾ, ചെറിയ സർക്കിൾ യൂസ് ചെയ്യും. ദെൻ അടുത്ത ഒരു ടേം ആണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ബൂട്ടിംഗ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേം ആണ്. അതായത് ഒരു കമ്പ്യൂട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള, എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. അതായത് കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് മസ്റ്റ് ആയിട്ടും നടക്കണമെങ്കിൽ സോഫ്റ്റ്വെയർ മസ്റ്റ് ആണ്, സോഫ്റ്റ്വെയർ നിർബന്ധമാണ്. അപ്പൊ കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ പോസിബിൾ ആക്കുന്നത് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിനെ നമുക്ക് 3 ടൈപ്പ് ആക്കിയിട്ട് തിരിക്കാം. അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയറിന് നമ്മൾ 4 എക്സാമ്പിൾസ് പറഞ്ഞു. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലർ, ഇന്റർപ്രിറ്റർ, അസംബ്ലർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെയിൻ ഫങ്ഷൻസ്, അതായത് ഹാർഡ്വെയറും കമ്പ്യൂട്ടറിന്റെ യൂസറും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള ആ ഒരു ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ 3 ലാംഗ്വേജ് കൺവേർട്ടേഴ്സ് ആയിട്ടുള്ള കമ്പൈലർ, ഇന്റർപ്രിറ്റർ, അസംബ്ലർ, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് 8 ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സെക്യൂരിറ്റി, മെമ്മറി, പ്രോസസ്, ഡിവൈസ് മാനേജ്മെന്റ്, ജോബ് അക്കൗണ്ടിങ് പോലെയുള്ള ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ജോബ് അക്കൗണ്ടിങ് എന്താണെന്ന് ഓർത്തേക്ക്, അതായത് കമ്പ്യൂട്ടറിന്റെ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ അതിൽ ആരൊക്കെ ഇൻവോൾവ് ആണ്, ഏതൊക്കെ പാർട്സ് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതിനാണ് ജോബ് അക്കൗണ്ടിങ് എന്ന് പറയാം. ദെൻ 3 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു. ഒരുപാട് ടൈപ്പ് ഉണ്ട്, അതിൽ 3 ടൈപ്പ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരാൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നത്. മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു സമയത്ത് ഒന്നിലധികം ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരേ സമയത്ത് ഒന്നിലധികം ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനാബിൾ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വേറെയുണ്ട്. ഇനി നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ടുകളൊക്കെ പഠിച്ചു. ദെൻ ഫസ്റ്റ് ഏറ്റവും ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആണെന്ന് പറഞ്ഞു. വിൻഡോസിന്റെ ലേറ്റസ്റ്റ് വേർഷൻ വിൻഡോസ് 11 ആണ്. അതിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള വെബ് ബ്രൗസർ ആണ് മൈക്രോസോഫ്റ്റ് എഡ്ജ്. ദെൻ മൈക്രോസോഫ്റ്റ് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്നത് ബിൽ ഗേറ്റ്സും പോൾ അലനും ആണ്. അങ്ങനെയുള്ള കുറച്ച് ഫാക്ടുകളൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ അടുത്തതായിട്ട് ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ തന്നെ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ വരുന്ന പെയ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് അല്ലാതെ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതിൽ ഫേമസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലിനക്സ്.
ഈ ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് തന്നെ റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ലിനക്സ്. ലിനസ് ടോൾവാർഡ്സ് ആണ് 1991 അദ്ദേഹം ലിനക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ ചിഹ്നം ടെക്സ്. ദെൻ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. അത് ലിനക്സിനെ ബേസ് ചെയ്തിട്ട് സിഡാക് എന്ന് പറഞ്ഞ കമ്പനിയിൽ സിഡാക് എന്ന ഒരു സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ചെന്നൈയിലുള്ള ഒരു കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്, ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പറഞ്ഞു. സിംബിയൻ, ആൻഡ്രോയിഡ്, iOS. സിംബിയൻ എന്ന് പറയുന്നത് ഇപ്പൊ അല്ല, മുമ്പ് ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് സിംബിയൻ ബൈ നോക്കിയ 2000. ദെൻ കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു, ലോ ലെവൽ ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പൊ അതില് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്താലേ കമ്പ്യൂട്ടറിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് യൂസ് ചെയ്യുന്ന 3 കൺവേർട്ടേഴ്സ് ആണ് കമ്പൈലർ, അതുപോലെ കമ്പൈലർ, അതുപോലെ ഇന്റർപ്രിറ്റർ ആൻഡ് കൺവേർട്ടർ, അസംബ്ലർ എന്ന് പറയുന്നത്. അതിൽ കമ്പൈലറും അതുപോലെ ഇന്റർപ്രിറ്ററും നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കമ്പൈലറിൽ മൊത്തത്തിൽ കൺവേർട്ട് ചെയ്യും, അതേപോലെ ഇന്റർപ്രിറ്ററിൽ 1 by 1 ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. അസംബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്, ലോ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പൊ ലോ ലെവൽ ലാംഗ്വേജുകൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന കൺവേർട്ടർ എന്ന് പറയുന്നത് അസംബ്ലർ ആണ്. ദെൻ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ദാറ്റ് ഡു ദ നോർമൽ വർക്ക്സ് ഇൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിലെ സാധാരണ വർക്കുകൾ, പ്രോസസ്സിങ്, സോർട്ടിങ്, ഡിലീറ്റിംഗ്, കോപ്പിങ്, ഇതേപോലെ പേസ്റ്റിംഗ്, ഇങ്ങനെയുള്ള സാധാരണ വർക്കുകളൊക്കെ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അപ്പോൾ പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിൽ വരുന്നതാണ്. ആന്റി വൈറസ് ഇതിനൊരു എക്സാമ്പിൾ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന്. ദെൻ ഡിസ്ക് ടൂളുകൾ, ബാക്കപ്പ് ടൂൾസ്, കോൺഫിഗറേഷൻ ടൂൾസ്, ഡ്രൈവ് ക്ലീനർ, ഇതൊക്കെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ്. ദെൻ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ദെൻ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എൻഡ് യൂസർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എൻഡ് യൂസർ സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് 3 എക്സാമ്പിൾസ് ഉണ്ട്. മൈക്രോസോഫ്റ്റ് ഓഫീസ്. ഹലോ, അപ്പൊ തീരും. മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഫോട്ടോഷോപ്പ്, ഇതൊക്കെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഇനി അപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ അപ്ലിക്കേഷൻ ഓരോ ഫയൽ എക്സ്റ്റൻഷൻസ് ഉണ്ട്. MS വേർഡിന്റെ എക്സ്റ്റൻഷൻ ആണ് ഡോട്ട് എക്സ്, MS എക്സലിൻ്റെത് .xlx, അങ്ങനെ ഡിഫറെന്റ് ഫയൽ എക്സ്റ്റൻഷൻസ് ആണ് ഓരോന്നിനുള്ളത്. ദെൻ ഓപ്പൺ സോഴ്സിൽ വരുന്ന 3 ആപ്പുകളാണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ, ഓപ്പൺ ഓഫീസ് കാൽക്ക്, ഓപ്പൺ ഓഫീസ് ഇംപ്രസ്. ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആണ്. ഓക്കെ, ഇനി കുറച്ച് ടേംസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ആണ് സോഴ്സ് കോഡ്. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് ബൈനറി കോഡിലേക്ക് മാറ്റിയ ഒരു കോഡാണ് ഒബ്ജക്റ്റ് കോഡ്. ഓക്കെ, ദെൻ സിൻടാക്സ്, ബഗ്സ്, ഡീബഗ്, അൽഗോരിതം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ദെൻ ഫ്ലോ ചാർട്ടിലുള്ള ഡിഫറെന്റ് ഷേപ്പുകൾ എന്തൊക്കെയാണ്, അതൊക്കെ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.